സിപിഎമ്മിലും കോൺഗ്രസിലുമുള്ള പച്ചയായ യാഥാർത്ഥ്യമാണ് പത്മജ വിളിച്ചു പറഞ്ഞതെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ. ആത്മാഭിമാനത്തോടെ ഒരു ഹിന്ദുവിന് കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്നും പ്രഫുൽ കൂട്ടിച്ചേർത്തു. അതേസമയം വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ പ്രചാരണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതായും അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിച്ചു. വടകരയിലെ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ എൻഡിഎ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയ്ക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് മാത്രമാണ് കേരളത്തിൽ മുഴങ്ങുന്നതെന്നും മലയാളികൾ ഒരു മാറ്റത്തിനായുള്ള കാത്തിരിപ്പിലാണെന്നും പ്രഫുൽ കൃഷ്ണ പറയുന്നു. പത്മജ വേണുഗോപാലിന്റെ വെളിപ്പെടുത്തലിനോടും പ്രഫുൽ പ്രതികരിച്ചു. പത്മജ കേരളത്തിലെ സിപിഎമ്മിലും കോൺഗ്രസിലുമുള്ള ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യത്തെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പത്മജ. ഈ ഇരുമുന്നണിയിലും കോൺഗ്രസിനകത്തും സിപിഎമ്മിനകത്തും ഒരു ചന്ദനക്കുറിയിട്ട ഒരു ഹിന്ദുവിന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. ഇത് എത്രയോ സിപിഎമ്മുകാർ, എത്രയോ കോൺഗ്രസ്സുകാർ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഹിന്ദു നാമധാരിയായിട്ടുള്ളൂ അല്ലെങ്കിൽ ഹിന്ദു ബിംബങ്ങളെ ധരിച്ചുകൊണ്ട് ആ സംഘടനയിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല. പക്ഷെ നേരെ മറിച്ച് അവർക്ക് മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല, അവർക്ക് നിസ്കരിക്കാൻ കുഴപ്പമില്ല, അവർക്ക് എന്ത് ആചാരമോ അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ ഹിന്ദുവിന് അത് നിഷിദ്ധമാണ്, ഹിന്ദുവിന് അത് പാടില്ല. ഷാഫി പറമ്പിലിന്റെ വടകരയിലേക്കുള്ള കടന്നുവരവ് കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നും പ്രഫുൽ കൃഷ്ണ പറയുന്നു. കെ മുരളീധരൻ വടകര വിട്ടിട്ട് തൃശ്ശൂരിലേക്ക് പോകും, ഷാഫി പറമ്പിലൂടേക്ക് വരുന്നു. എത്രയോ കാലമായി ലീഗ് ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമാണ് മൂന്നാമത്തെ സീറ്റ്. ആ മൂന്നാമത്തെ സീറ്റ് കൊടുത്തിരിക്കുകയാണ് വടകരയിൽ എന്ന് മാത്രമേ ഈ സമയത്ത് അതിനെപ്പറ്റി സൂചിപ്പിക്കാറുള്ളൂ. പക്ഷെ അതൊന്നും തന്നെ ഒരു തരത്തിലും കോൺഗ്രസിന് വോട്ടായി മാറാൻ പോകുന്നില്ല. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം വടകരയെ പറ്റി അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അദ്ദേഹം പാലക്കാടുകാരനാണ്, അദ്ദേഹത്തിനൂടെ വരാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വടകരയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫാക്ടറി അല്ല. വടകരയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് മാത്രമേ സൂചിപ്പിക്കാറുള്ളൂ. അതേസമയം വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ കൂടി എത്തിയതോടെ പ്രചാരണം കൊഴുക്കുകയാണ്. ഇക്കുറി കേരളത്തിലെ യുവാക്കളായിരിക്കും വോട്ടിലൂടെ മറുപടി പറയുകയെന്നും പ്രഫുൽ കൂട്ടിച്ചേർത്തു. ജനം, കോഴിക്കോട്.